ഹായ് നമസ്കാരം. ഏവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങളെ ഓർക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്, ഒരു മെമ്മറി ട്രിക്ക് ഉണ്ട്, ഒരു മെമ്മറി കോഡുണ്ട്. നമുക്ക് നോക്കാം. TB ഉള്ളവരെ നാസ ബഹിരാകാശത്തേക്ക് അയക്കില്ല. അമേരിക്കയുടെ ബഹിരാകാശ ഗവേഷണ കേന്ദ്രമാണ് നാസ. നമുക്കറിയാം ISRO. അപ്പോൾ ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം ISROയും അമേരിക്കയുടെ ആകുമ്പോൾ നാസ. ഈ നാസ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്ക് നോക്കാം. TB ഉള്ളവരെ നാസ ബഹിരാകാശത്തേക്ക് അയക്കില്ല. നേരെ ചൊവ്വ ഉള്ളവനെ അയച്ചാൽ അവിടെ എത്തുന്ന കാര്യം കഷ്ടമാണ്. പിന്നാണ് TB ഉള്ളവൻ. ഒന്നാമത്തെ അസുഖം ഏതാ? TB, ട്യൂബർക്യുലോസിസ്. പച്ച മലയാളത്തിൽ പറഞ്ഞ എന്താണ്? ക്ഷയം. ഏതാണ്? ക്ഷയം. അപ്പോൾ ഒന്നാമത്തെ അസുഖം ഏതാ? TB. എന്ന് വെച്ച് നിമോണിയ. നമുക്കറിയാം സ്പെല്ലിങ് PN അങ്ങനെയാണ് തുടങ്ങുന്നത്. നിമോണിയുടെ സ്പെല്ലിങ് സ്റ്റാർട്ടിങ് Pയിലാണ്. എങ്കിലും എന്ന് വെച്ച് മലയാളത്തിൽ പറയുമ്പോൾ നിമോണിയ. A വെച്ച് ആസ്മ. A വെച്ച് എന്താണ്? ആസ്മ. അല്ലെങ്കിൽ ആന്ത്രാക്സ് പറഞ്ഞോ, ആന്ത്രാക്സ്. അങ്ങനെയാണെങ്കിൽ S വെച്ച് എന്താണ്? S വെച്ച് സാർസ്. S വെച്ച് എന്താണ്? സാർസ്. വീണ്ടും ഒരു A കിടക്കുന്നുണ്ടോ? ആസ്മ. അപ്പോൾ TB എന്ന് പറഞ്ഞാൽ ട്യൂബർക്കുലോസിസ്, N എന്ന് പറഞ്ഞാൽ നിമോണിയ, A എന്ന് പറഞ്ഞാൽ ആന്ത്രാക്സ്, S എന്ന് പറഞ്ഞാൽ സാർസ്, A എന്ന് പറഞ്ഞാൽ വീണ്ടും ആസ്മ. ക്ലിയർ ആയോ? തീർന്നില്ല. ശ്വാസകോശത്തെ ബാധിക്കുന്ന മറ്റു രോഗങ്ങൾ കൂടി നമുക്ക് പരിചയപ്പെടാം. ശ്വാസകോശത്തെ ബാധിക്കുന്ന തൊഴിൽജന്യ രോഗങ്ങൾ. അപ്പോൾ തൊഴിൽ സംബന്ധമായിട്ട് ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങളുണ്ട്. പാറമടകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഉണ്ടാകുന്ന രോഗമാണ് സിലിക്കോസിസ്. പാറമടകളിൽ സിലിക്കണിൻ്റെ അംശം അടിഞ്ഞുകൂടി അല്ലെങ്കിൽ പാറപ്പൊടി അടിഞ്ഞു കയറി ഉണ്ടാകുന്ന രോഗമാണ് ഏതാ? സിലിക്കോസിസ്. പാറമടകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഉണ്ടാകുന്ന രോഗമാണ് സിലിക്കോസിസ്. ആസ്ബറ്റോസ് ഫാക്ടറി ജോലി ചെയ്യുന്നവർക്ക് എന്താ? ആസ്ബറ്റോസിസ്. ഏതാണ്? ആസ്ബറ്റോസിസ് എന്ന രോഗം ഉണ്ടാകും. ഇപ്പോൾ ശ്വാസകോശത്തെ ബാധിക്കുന്ന തൊഴിൽജന്യ രോഗങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൽക്കരിക്കനിയിൽ ജോലി ചെയ്യുന്നവർക്കുണ്ടാകുന്ന രോഗമാണ് ഏതാ? ന്യൂമോകോണിയാസിസ്. ഏതാണ്? ന്യൂമോകോണിയാസിസ്. ക്ലിയർ ആയല്ലോ? പുകവലിക്കാരിൽ ഉണ്ടാകുന്ന രോഗമാണ് എംഫീസീമ. ഏതാണ്? എംഫീസീമ. അടുത്ത ഒരു ബാക്ടീരിയ രോഗമാണ് ഏതാ? ഡിഫ്തീരിയ. അപ്പോൾ ഡിഫ്തീരിയയുടെ ബാക്ടീരിയയുടെ പേരാണ് എന്താ? കൊറൈൻ ബാക്ടീരിയം ഡിഫ്തീരിയ. കുറയ്ക്കണ്ട, കൂട്ടി പറയും. കൊറൈൻ ബാക്ടീരിയം ഡിഫ്തീരിയ. ക്ലിയർ ആയല്ലോ? തൊണ്ടയെ ബാധിക്കുന്ന രോഗമാണ് ഡിഫ്തീരിയ. എവിടെ ബാധിക്കുന്നതാണ്? തൊണ്ടയെ ബാധിക്കുന്ന രോഗമാണ്. തൊണ്ടയിൽ മുള്ള് എന്നറിയപ്പെടുന്ന രോഗമാണ് ഏതാ? ഡിഫ്തീരിയ. അടുത്ത രോഗമാണ് ഏതാ? ടെറ്റനസ്. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന അടുത്ത രോഗമാണ് ഏതാ? ടെറ്റനസ്. ഓർമ്മയുണ്ടല്ലോ ബാക്ടീരിയ മൂലമുള്ള രോഗങ്ങൾ എങ്ങനെ ഓർക്കാം? കോക്ഷകുന്യോ, DTP സെന്റർ, ആന്ധ്രയിൽ. അപ്പോൾ അത് നന്നായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ ടെറ്റനസ് നമുക്ക് നോക്കാം. കുതിരസന്നി എന്നറിയപ്പെടുന്ന രോഗമാണ്. കുതിരസന്നി എന്ന് മാത്രമല്ല ലോക്ക് ജോ ഡിസീസ് എന്നിങ്ങനെ അറിയപ്പെടുന്നു. അപ്പോൾ കുതിരസന്നി എന്നും ലോക്ക് ജോ കണ്ട, കീഴ്ത്താടിയല്ല ജോ, മേൽത്താടിയല്ല ജോ, അപ്പർ ജോ, ലോവർ ജോ. അതുപോലെ കുതിരസന്നി എന്നും ലോക്ക് ജോ ഡിസീസ് എന്നും അറിയപ്പെടുന്ന രോഗമാണ് ഏതാ? ടെറ്റനസ്. ഇതിൻ്റെ രോഗാണുവിൻ്റെ പേരെന്താ നമുക്ക് നോക്കാം. ക്ലോസ്ട്രീഡിയം ടെറ്റനി. എന്താണ്? അപ്പോൾ ടെറ്റനി എന്ന രോഗത്തിന് കാരണമായ ബാക്ടീരിയയുടെ പേരാണ് ക്ലോസ്ട്രീഡിയം ടെറ്റനി. ക്ലിയർ ആയല്ലോ? ഈ രോഗം വന്നാൽ കോച്ചിപ്പിടുത്തം മൂലം ശരീരം വില്ല് പോലെ വളയുന്നു. അപ്പോൾ ഈ രോഗം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നതാ? കോച്ചിപ്പിടുത്തം മൂലം ശരീരം വില്ല് പോലെ വളഞ്ഞിരിക്കും. അതുപോലെ വായ് തുറക്കാൻ കഴിയത്തില്ല. എന്ത് ചെയ്യത്തില്ല? വായ് തുറക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇതിനെ എന്ത് വിളിക്കുന്നു? ലോക്ക് ജോ ഡിസീസ് എന്ന് വിളിക്കുന്നു. ക്ലിയർ ആയല്ലോ? അടുത്ത ഒരു ബാക്ടീരിയ രോഗമാണ് ഏതാ? ടൈഫോയിഡ്. ഏതാണ്? ടൈഫോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡറിക് ഫീവർ എന്നറിയപ്പെടും. ഒപ്പം വിഷജ്വരം എന്നൊക്കെ അറിയപ്പെടും. എന്തൊക്കെ അറിയപ്പെടുന്നത്? എൻഡറിക് ഫീവർ എന്നും വിഷജ്വരം എന്നും അറിയപ്പെടുന്ന രോഗമാണ് ഏതാ? ടൈഫോയിഡ്. എൻഡറിക് ഫീവർ എന്നും വിഷജ്വരം എന്നും അറിയപ്പെടുന്ന രോഗമാണ് ഏതാ? ടൈഫോയിഡ്. ഇതിൻ്റെ രോഗാണുവിൻ്റെ പേര്, ഇതിൻ്റെ ബാക്ടീരിയയുടെ പേരാണ് എന്താ? സാൽമൊണല്ല ടൈഫി. ഇതൊരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചാ ടൈഫോയിഡിൻ്റെ ബാക്ടീരിയയുടെ പേര്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും എന്തായാലും ഓപ്ഷനകത്ത് ടൈഫി എന്നുള്ള വാക്ക് കാണുമല്ലോ. ഇല്ലായിരുന്നു ഓപ്ഷനിൽ. സാൽമൊണല്ല എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിള്ളേർ എഴുതിയില്ല. അപ്പോൾ ടൈഫോയിഡിൻ്റെ ബാക്ടീരിയയുടെ പേരാണ് സാൽമൊണല്ല ടൈഫി എന്ന ബാക്ടീരിയ. അടുത്ത രോഗമാണ് പ്ലേഗ് എന്ന രോഗത്തിന് കാരണമായ രോഗാണു ബാക്ടീരിയയാണ്. ഏത് ബാക്ടീരിയയാണ്? യെർസീനിയ പെസ്റ്റിസ്. ഏതാണ്? പ്ലേഗ് എന്ന രോഗത്തിന് കാരണമായ രോഗാണു ബാക്ടീരിയയാണ്. ഏത് ബാക്ടീരിയ? യെർസീനിയ പെസ്റ്റിസ്. ഏതാണ്? യെർസീനിയ പെസ്റ്റിസ് എന്ന ബാക്ടീരിയയാണ്. ഏത് ബാക്ടീരിയയാണ്? യെർസീനിയ പെസ്റ്റിസ് എന്ന ബാക്ടീരിയയാണ്. ക്ലിയർ ആയല്ലോ? എന്നാൽ ഈ പറയുന്ന പ്ലേഗ് എൻ്റെ ഇരട്ടപ്പേരെന്താ? കറുത്ത മരണം എന്നറിയപ്പെടുന്നു. ബ്ലാക്ക്
ബ്ലാക്ക് ഡെത്ത് അല്ലെ കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗമാണ് ഏതാ? ഈ പറയുന്ന പ്ലേഗ്. പ്ലേഗ് പരത്തുന്ന ആരെന്നറിയാമോ? പ്ലേഗിന്റെ രോഗാണുവിന്റെ പേര് നമ്മൾ പഠിച്ചോളൂ, യെർസീനിയ പെസ്റ്റിസ് എന്നാണെങ്കിൽ പ്ലേഗ് പരത്തുന്ന ആരാണ്? എലിച്ചെള്ളുകളാണ്. ഏതാണ്? എലിച്ചെള്ളുകൾ. അപ്പോൾ പ്ലേഗിനെ പരത്തുന്ന ജീവി ഏതാ? എലിച്ചെള്ളുകൾ. അടുത്ത ഒരു ബാക്ടീരിയ രോഗമാണ് ഏതാ? പെർട്ടൂസിസ്. ഏതാണ്? പെർട്ടൂസിസ്. എന്താണ്? വില്ലൻ ചുമ, പെർട്ടൂസിസ്. ഇനി പെർട്ടൂസിസിന്റെ കാരണമായിട്ടുള്ള ബാക്ടീരിയ അല്ലെങ്കിൽ രോഗാണുവിന്റെ പേരെന്താണ്? ബോർഡറ്റെല്ല പെർട്ടൂസിസ്. ഏതാണ്? ബോർഡറ്റെല്ല പെർട്ടൂസിസ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ പെർട്ടൂസിസിന് കാരണമായ ബാക്ടീരിയയുടെ പേരെന്താ? ബോർഡറ്റെല്ല പെർട്ടൂസിസ്. ഇനി ഈ പറയുന്ന പെർട്ടൂസിസ് അല്ലെങ്കിൽ വില്ലൻ ചുമയ്ക്കെതിരായിട്ടുള്ള വാക്സിൻ ഏതാണെന്ന് ചോദിച്ചാൽ DPT ആണ്. ഏതാണ് വാക്സിൻ? DPT. അപ്പോൾ ഈ പറയുന്ന പെർട്ടൂസിസ് അല്ലെങ്കിൽ വില്ലൻ ചുമയ്ക്കെതിരായി കൊടുക്കുന്ന വാക്സിൻ ഏതാണ്? DPT. കുഞ്ഞുങ്ങൾക്ക് 5-ാം വയസ്സിൽ കൊടുക്കുന്ന വാക്സിനാണ് DPT. ഒരു ട്രിപ്പിൾ വാക്സിനാണ്. 3 അസുഖത്തെ ചെറുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു ട്രിപ്പിൾ വാക്സിനാണ് DPT. DTP അല്ല, DPT. ഇതിലെ ഡി എന്നത് എന്താണ് നമുക്ക് നോക്കാം. ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫ്തീരിയ. ഡി എന്ന് പറയുമ്പോൾ എന്താണ്? ഡിഫ്തീരിയ. പി എന്ന് പറയുമ്പോൾ പെർട്ടൂസിസ്. പി എന്ന് പറയുമ്പോൾ എന്താണ്? പെർട്ടൂസിസ്. ടി എന്ന് പറയുമ്പോൾ ടെറ്റനസ്. ഏതാണ്? ടെറ്റനസ്. ക്ലിയർ ആയല്ലോ? 3 അസുഖത്തിന് ഇങ്ങനെ PSC ചോദിച്ചിട്ടുണ്ട്. DPTയിലെ ഡി എന്തിനെ സൂചിപ്പിക്കുന്നു? എന്തിനെ സൂചിപ്പിക്കുന്നു? ഡിഫ്തീരിയ സൂചിപ്പിക്കുന്നു. പി എന്തിനെ സൂചിപ്പിക്കുന്നു? പെർട്ടൂസിസിനെ, വില്ലൻ ചുമയെ സൂചിപ്പിക്കുന്നു. ടി എന്തിനെ സൂചിപ്പിക്കുന്നു? ടെറ്റനസിനെ സൂചിപ്പിക്കുന്നു. ക്ലിയർ ആയല്ലോ? അടുത്ത നമ്മുടെ രോഗമാണ്. ഞാൻ പറഞ്ഞില്ലേ പനികളെല്ലാം വൈറസാണ്, പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള ഒരു പനി എലിപ്പനി. എലിപ്പനിയും ബാക്ടീരിയ ആണ്. നമ്മൾ ആ കോഡിൽ ഉൾപ്പെടുത്തിയില്ലെന്നേ ഉള്ളൂ. ആദ്യമേ പറഞ്ഞു എലിപ്പനി ബാക്ടീരിയ ആണ്. എലിപ്പനി അല്ലെങ്കിൽ റാറ്റ് ഫീവർ അല്ലെങ്കിൽ എന്താ? ലെപ്റ്റോസ്പൈറോസിസ്. അപ്പോൾ എലിപ്പനിയുടെ പേരെന്താ? റാറ്റ് ഫീവർ അല്ലെങ്കിൽ ലെപ്റ്റോസ്പൈറോസിസ്. ഏതാണ്? എലിപ്പനി അഥവാ റാറ്റ് ഫീവർ അല്ലെങ്കിൽ ലെപ്റ്റോസ്പൈറോസിസ്. ക്ലിയർ ആയല്ലോ? ഇതിൻ്റെ രോഗാണുവിൻ്റെ പേര് ലെപ്റ്റോസ്പൈറോ ഇക്റ്ററോ ഹെമറേജിയ. ഏതാണ്? ലെപ്റ്റോസ്പൈറോ ഇക്റ്ററോ ഹെമറേജിയ. ശരീരത്തിലെ മുറിവുകളിലൂടെയാണ് രോഗാണുക്കൾ അകത്തേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ദേഹത്തുണ്ടാകുന്ന മുറിവിലൂടെയാണ്, വെള്ളത്തിലെ കളിച്ച് പോകത്തില്ലേ, അപ്പോൾ ശരീരത്തിൽ ഉണ്ടാകുന്ന മുറിവിലൂടെയാണ് ഈ പറയുന്ന രോഗാണുക്കൾ അകത്തേക്ക് പ്രവേശിക്കുന്നത്. ഇതിനെ വീൽസ് ഡിസീസ് എന്നറിയപ്പെടുന്നു. എന്തറിയപ്പെടുന്നു? വീൽസ് ഡിസീസ്. അതുപോലെ 7 days ഡിസീസ് എന്നറിയപ്പെടുന്നു. 7 ദിന അസുഖം അല്ലെ 7 days ഡിസീസ് എന്നറിയപ്പെടുന്നു. അപ്പോൾ വീൽസ് ഡിസീസ് എന്നും 7 days ഡിസീസ് എന്നും അറിയപ്പെടുന്ന രോഗമാണ് ഏതാ? എലിപ്പനി. ക്ലിയർ ആയല്ലോ? അടുത്ത രോഗമാണ്, ബാക്ടീരിയ മൂലമുണ്ടാകുന്ന അടുത്ത രോഗമാണ് ബോട്ടുലിസം. ഏതാണ്? ബോട്ടുലിസം. ഭക്ഷണത്തിലൂടെ രോഗാണുക്കൾ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. നമുക്കറിയാം ഭക്ഷണത്തിലൂടെയാണ് രോഗാണുക്കൾ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്. രോഗാണുവിൻ്റെ പേരെന്താ? സെഫലോകോക്കസ് ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം. ഫുൾ പേരാണ്. ഏതാണ്? സെഫലോകോക്കസ്. ഏതാണ്? സെഫലോകോക്കസ് ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം. നമുക്ക് വേണേൽ ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ പൂർണ്ണ പേരെന്താ? സെഫലോകോക്കസ്. ഏതാണ്? സെഫലോകോക്കസ്. നമുക്ക് അണ്ടർലൈൻ ചെയ്യാം. സെഫലോകോക്കസ് ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം. പേശികളെ തളർത്തുന്ന രോഗമാണ് ഏതാണ്? ബോട്ടുലിസം. ഏതാണ്? പേശികളെ തളർത്തുന്ന രോഗമാണ് ഏതാ? ബോട്ടുലിസം. ക്ലിയർ ആയല്ലോ? ഭക്ഷ്യവിഷബാധ. അടുത്ത നമ്മുടെ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗമാണ് ഏതാ? ആന്ത്രാക്സ്. നമുക്കറിയാം ആന്ത്രാക്സ് കന്നുകാലിൽ നമ്മളിലേക്ക് എത്തിയ രോഗമാണ് ഏതാ? ആന്ത്രാക്സ്. അപ്പോൾ കന്നുകാലിൽ നിന്ന് മനുഷ്യരിലേക്ക് എത്തിയ ഈ രോഗത്തിൻ്റെ പ്രത്യേകത നമുക്ക് നോക്കാം. ഇതിൻ്റെ രോഗാണുവിൻ്റെ പേര് ബാസിലസ് ആന്ത്രാസിസ്. ഏതാണ്? ബാസിലസ് ആന്ത്രാസിസ് എന്ന ബാക്ടീരിയ ആണ്. അതായത് ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗമാണ് ആന്ത്രാക്സ്. ഓർത്തിരിക്കുക, ആന്ത്രാക്സ് കന്നുകാലിൽ നിന്ന് മനുഷ്യരിലേക്ക് വന്ന ഈ രോഗം ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗമാണ്. വളർത്തുമൃഗങ്ങളിൽ നിന്ന്, അതായത് നമ്മുടെ ഈ പറയുന്ന നാൽക്കാലികളിൽ നിന്ന് നമ്മളിലേക്ക് എത്തിയ രോഗമാണ് ഏത്? ആന്ത്രാക്സ്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ ബാക്ടീരിയയുടെ പേരാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ബാസിലസ് ആന്ത്രാസിസ്. ബാസിലസ് ആന്ത്രാസിസ്. ക്ലിയർ ആയല്ലോ? ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ ഈ ബാക്ടീരിയ രോഗങ്ങൾ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ രോഗാണുക്കളെ കണ്ടെത്തിയവരുടെ പേര് ഒറ്റ നോട്ടത്തിൽ നമുക്കൊന്ന് നോക്കാം. ക്ലിയർ അല്ലേ? ഈ രോഗാണുക്കളെ കണ്ടെത്തിയ ആൾക്കാർ. ക്ഷയത്തിൻ്റെ ബാക്ടീരിയ കണ്ടുപിടിച്ചത് റോബർട്ട് കോക്ക്. അതുകൊണ്ടല്ലേ ക്ഷയത്തെ കോക്ക് ഡിസീസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ക്ഷയത്തിൻ്റെ ബാക്ടീരിയ കണ്ടുപിടിച്ച ആരാ? റോബർട്ട് കോക്ക്. കോളറയുടെ ബാക്ടീരിയ കണ്ടുപിടിച്ചതും ആര് തന്നെയാ? റോബർട്ട് കോക്ക് തന്നെ. അപ്പോൾ ക്ഷയത്തിൻ്റെയും കോളറയുടെയും ബാക്ടീരിയ കണ്ടെത്തിയ ആരാണ്? റോബർട്ട് കോക്കാണ്. കുഷ്ഠം അല്ലെങ്കിൽ ലെപ്രസി, കുഷ്ഠത്തിൻ്റെ ഇംഗ്ലീഷ് പേരാണ് ലെപ്രസി. അതിൻ്റെ രോഗാണുവിനെ കണ്ടെത്തിയ ആരാണ്? ഹാൻസൻ. ആരാണ്? ഹാൻസൻ. അതുകൊണ്ടാണ് കുഷ്ഠരോഗത്തെ എന്ത് വിളിക്കുന്നത്? ഹാൻസൻസ് ഡിസീസ് എന്ന് വിളിക്കുന്നത്. ഇനി ഡിഫ്തീരിയയുടെ രോഗാണുവിനെ കണ്ടുപിടിച്ചത് ലോഫ്ലർ. ഏതാണ്? നമ്മുടെ ഒരു ബസ്സിലെ ലോഫ്ലർ, അതിനെങ്കിലും ഓർത്താൽ മതി. ലോഫ്ലർ. ഏതാണ്? ലോഫ്ലർ. അപ്പോൾ ഡിഫ്തീരിയയുടെ രോഗാണുവിനെ കണ്ടുപിടിച്ചത് ആരാണ്? ലോഫ്ലർ ആണ്.
ന്യൂമോണിയയുടെ ബാക്ടീരിയ കണ്ടുപിടിച്ചത് ഫ്രിങ്കൻ. ഏതാണ്? ഫ്രിങ്കൻ. അപ്പോൾ നമ്മൾ ഫ്രീക്കന്മാരെ ഓർത്താൽ മതി. അപ്പം ഫ്രിങ്കൻ. മലമ്പനിയുടെ രോഗാണുവിനെ കണ്ടുപിടിച്ചത് ലവറൻ. ആരാണ്? ലവറൻ. ലവ മലമ്പനി ലവറൻ. ക്ലിയർ ആയല്ലോ? അപ്പോൾ മലമ്പനിയുടെ രോഗാണുവിനെ ബാക്ടീരിയ കണ്ടുപിടിച്ചത് ലവറൻ. എയ്ഡ്സിന്റെ രോഗാണുവിനെ HIV കണ്ടെത്തിയത്, HIV എന്ന് പറയുന്ന വൈറസ് ആണ്. HIV എന്ന വൈറസിനെ കണ്ടുപിടിച്ച ആരാ? ല്യൂക്ക് മൊണ്ടൈനർ. ആരാണ്? ല്യൂക്ക് മൊണ്ടൈനർ. ആരാണ്? ല്യൂക്ക് മൊണ്ടൈനർ. ക്ലിയർ ആയല്ലോ? ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. അപ്പോൾ രോഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് രോഗങ്ങളും അവയുടെ അപരനാമങ്ങളും. കുറച്ചൊക്കെ നമ്മൾ രോഗം പറഞ്ഞ കൂട്ടത്തിൽ കുറേയൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാ രോഗങ്ങളുടെയും അപരനാമങ്ങൾ നമുക്ക് ഒരുമിച്ച് മനസ്സിലാക്കാം. നമ്മൾ പഠിച്ചു തന്നെ ആദ്യം പറയാം. ക്ഷയം. അപ്പോൾ രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രോഗമാണ് ഏതാ? രോഗരാജാവാണ് ക്ഷയം. കോക്ക് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗമാണ് ഏതാ? ക്ഷയം. ദാരിദ്ര്യത്തിൻ്റെ രോഗം, വൈറ്റ് പ്ലേഗ് എന്നിങ്ങനെ അറിയപ്പെടുന്ന രോഗമാണ് ഏതാ? ക്ഷയം. എന്തൊക്കെയാ പറഞ്ഞത്? രോഗരാജാവ്, ദാരിദ്ര്യത്തിൻ്റെ രോഗം. അപ്പോൾ രോഗങ്ങളുടെ രാജാവാണ് ക്ഷയം. ദാരിദ്ര്യത്തിൻ്റെ രോഗം എന്നറിയപ്പെടുന്നു, വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്നു. അതുപോലെ എന്താണ്? കോക്ക് ഡിസീസ് എന്നറിയപ്പെടുന്നതും ഏതാണ്? ക്ഷയമാണ്. ക്ലിയർ ആയല്ലോ? അടുത്തത് കുഷ്ഠരോഗമാണ്. കുഷ്ഠരോഗത്തിന്റെ ഇരട്ട പേരെന്താണ്? ഹാൻസൻസ് ഡിസീസ് എന്നറിയപ്പെടുന്നു. എന്തറിയപ്പെടുന്നു? അപ്പൊ ഹാൻസൻസ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗമാണ് ഏതാ? കുഷ്ഠം. അപ്പൊ രോഗരാജാവ് ഏതാ? ക്ഷയമാണ്. ദാരിദ്ര്യത്തിന്റെ രോഗം ഏതാണ്? ക്ഷയമാണ്. വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ക്ഷയമാണ്. അതുപോലെ തന്നെ എന്താണ്? കോക്ക് ഡിസീസ് എന്നറിയപ്പെടുന്നതും ഏതാണ്? ക്ഷയമാണ്. അപ്പൊ ഹാൻസൻസ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗമാണ് ഏതാ? കുഷ്ഠം. ഇനി രാജകീയ രോഗം എന്താ? റോയൽ ഡിസീസ് അല്ലെങ്കിൽ ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ബ്ലീഡേഴ്സ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗമാണ് ഏതാ? ഹീമോഫീലിയ. അപ്പൊ രാജകീയ രോഗം എന്താണ്? രാജകീയ രോഗം. മറ്റൊന്ന് ക്രിസ്മസ് രോഗം. എന്ത് വിളിക്കും? ക്രിസ്മസ് രോഗം. മറ്റൊന്ന് ബ്ലീഡേഴ്സ് ഡിസീസ് എന്നിങ്ങനെ അറിയപ്പെടുന്ന രോഗമാണ് ഏതാ? ഹീമോഫീലിയ. ക്ലിയർ ആണല്ലോ? ഇനി റിവറൈൻ ഡിസീസ്, അതുപോലെ തന്നെ ആയുർവേദത്തിൽ വിഷൂജിക എന്നും അതുപോലെ റിവറൈൻ ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗമാണ് ഏതാ? കോളറ. അപ്പോൾ കോളറ ഇരട്ട പേരെന്താണ്? റിവറൈൻ ഡിസീസ്. അതുപോലെ തന്നെ വിഷൂജിക എന്നറിയപ്പെടുന്ന രോഗവും ഏതാണ്? കോളറയാണ്. ക്ലിയർ ആയല്ലോ? ഇനി കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗമാണ് ഏതാ? പ്ലേഗ്. അപ്പൊ കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗമാണ് ഏതാ? പ്ലേഗ്. അപ്പൊ ബ്ലാക്ക് ഡെത്ത്. അപ്പൊ കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗമാണ് ഏതാ? പ്ലേഗ്. ഇനി മലേറിയ അല്ലെങ്കിൽ മലമ്പനി. മലേറിയ അല്ലെങ്കിൽ മലമ്പനി, അതിൻ്റെ ഇരട്ട പേര് നമുക്ക് നോക്കാം. ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്നു. ചതുപ്പ് രോഗം. അപ്പൊ താഴെ തന്നിരിക്കുന്നവയിൽ ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്ന ഏതാണ്? മലേറിയ. ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നറിയപ്പെടുന്ന ഏതാ? ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നറിയപ്പെടുന്നതും ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്നതും ഏതാണ്? മലേറിയ ആണ്. ക്ലിയർ ആയല്ലോ? മനസ്സിലായല്ലോ? ഇനി വിഷപ്പിന്റെ അസുഖം എന്നറിയപ്പെടുന്ന രോഗമാണ് ഏതാ? മരാസ്മസ്. അപ്പൊ വിഷപ്പിന്റെ അസുഖം എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? മരാസ്മസ് ആണ്. അപ്പൊ വിഷപ്പിന്റെ അസുഖം എന്നറിയപ്പെടുന്ന ഏതാണ്? മരാസ്മസ് ആണ്. ക്ലിയർ ആയല്ലോ? അതുപോലെ വീൽസ് ഡിസീസ്, 7 days ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗമാണ് എലിപ്പനി. ടൈഫോയിഡിന്റെ ഇരട്ടപ്പേര് എന്താ നമുക്ക് നോക്കാം. ടൈഫോയിഡിന്റെ അപരനാമം എന്താ നോക്കാം. എൻഡറിക് ഫീവർ, വിഷജ്വരം എന്നിങ്ങനെ അറിയപ്പെടുന്ന രോഗമാണ് ഏതാ? ടൈഫോയിഡ്. എൻഡറിക് ഫീവർ, വിഷജ്വരം എന്നറിയപ്പെടുന്ന രോഗമാണ് ഏതാ? ടൈഫോയിഡ്. കില്ലർ ന്യൂമോണിയ എന്നറിയപ്പെടുന്ന രോഗമാണ് സാർസ്. 21ാം നൂറ്റാണ്ടിലെ രോഗം എന്നും കില്ലർ ന്യൂമോണിയ എന്നറിയപ്പെടുന്ന രോഗമാണ് ഏതാ? സാർസ്. ശ്വാസകോശത്തെ ബാധിക്കുന്ന സാർസ് എന്ന രോഗത്തെ അറിയപ്പെടുന്ന പേരെന്താ? കില്ലർ ന്യൂമോണിയ എന്നറിയപ്പെടുന്നു. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? രക്താർബുദം അല്ലെങ്കിൽ ബ്ലഡ് ക്യാൻസറിനെ വിളിക്കുന്ന പേര് നമുക്ക് നോക്കാം. രക്താർബുദം അല്ലെങ്കിൽ ബ്ലഡ് ക്യാൻസറിനെ അറിയപ്പെടുന്ന പേരാണ് ലുക്കീമിയ. ഏതാണ്? ബ്ലഡ് ക്യാൻസർ ഉള്ളവരെ നമ്മൾ നന്നായിട്ട് ലുക്ക് ചെയ്യും, നന്നായിട്ട് നോക്കും. അപ്പം ലുക്കീമിയ എന്ന് ഓർത്തേക്കണം. ബ്ലഡ് ക്യാൻസറിനെ അറിയപ്പെടുന്ന ഒരു അപരനാമമാണ് ഏതാ? ബ്ലഡ് ക്യാൻസറിൻ്റെ അപരനാമമാണ്, രക്താർബുദത്തിൻ്റെ അപരനാമമാണ് ഏതാ? ലുക്കീമിയ. ടെറ്റനസ് എന്ന രോഗത്തിന് ഇരട്ട പേര് നമുക്ക് നോക്കാം. ലോക്ക് ജോ ഡിസീസ് എന്നറിയപ്പെടുന്നു. ലോക്ക് ജോ ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗമാണ് ഏതാ? ടെറ്റനസ്. ക്ലിയർ ആയല്ലോ? പേവിഷബാധ അറിയപ്പെടുന്ന പേരെന്താണ്? ഹൈഡ്രോഫോബിയ. ഏതാണ്? പേവിഷബാധ അറിയപ്പെടുന്ന പേരാണ് എന്താ? ഹൈഡ്രോഫോബിയ. ഉയർന്ന രക്തസമ്മർദ്ദം, നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗമാണ് ഏതാ? ഉയർന്ന രക്തസമ്മർദ്ദം, ഹൈ BP വിളിക്കുന്ന പേരെന്താ? നിശബ്ദനായ കൊലയാളി. ക്ലിയർ ആയല്ലോ? നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം ഏതാ? ഉയർന്ന രക്തസമ്മർദ്ദം. ഇനി അൽഷിമേഴ്സ് എന്താണ്? സ്മൃതിനാശ രോഗം എന്നറിയപ്പെടുന്ന രോഗമാണ് ഏതാ? അൽഷിമേഴ്സ്. അപ്പൊ സ്മൃതിനാശ രോഗം എന്നറിയപ്പെടുന്ന രോഗമാണ് ഏതാ? അൽഷിമേഴ്സ്.
വിറയൽ രോഗം എന്നറിയപ്പെടുന്ന രോഗമാണ് ഏതാ? പാർക്കിൻസൺ. വിറയൽ രോഗം എന്നറിയപ്പെടുന്ന രോഗം ഏതാ? പാർക്കിൻസൺ. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന വിറയൽ രോഗം എന്നറിയപ്പെടുന്ന രോഗമാണ് ഏതാ? പാർക്കിൻസൺ. ബ്രേക്ക് ബോൺ ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ഡെങ്കിപ്പനി. ജോയിൻസിനൊക്കെ വേദന വരുന്ന ബ്രേക്ക് ബോൺ ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗമാണ് ഏതാ? ഡെങ്കിപ്പനി. അരിവാൾ രോഗം, സിക്കിൾ സെൽ അനീമിയ, അതായത് വയനാട്ടിലെ ഗിരിവർഗ്ഗക്കാരിൽ കണ്ടുവന്ന രോഗമാണ്. നമ്മുടെ RBCയിലെ ചുവന്ന രക്താണോ അരിവാളിന്റെ ഷേപ്പിൽ കണ്ടുവന്ന ഈ രോഗമാണ് സിക്കിൾ സെൽ അനീമിയ. ആദ്യം റിപ്പോർട്ട് ചെയ്തത് വയനാട്ടിലെ ഗിരിവർഗ്ഗക്കാരിലായിരുന്നു. അപ്പോൾ അതിനെ എന്ത് വിളിക്കുക? അരിവാൾ രോഗം. പേര് കണ്ടില്ലേ? സിക്കിൾ സെൽ അനീമിയ, അരിവാൾ രോഗം. ഇനി എബോളെ നോക്കാം. എബോള ബ്ലാക്ക് ഫീവർ എന്നറിയപ്പെടുന്ന രോഗമാണ്. വവ്വാലുകളിൽ നിന്നും മനുഷ്യരിലേക്ക് വരുന്ന രോഗമാണ് ഏതാ? എബോള. ഒരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചാ വവ്വാലുകളിൽ നിന്നും മനുഷ്യരിലേക്ക് വ്യാപിക്കുന്ന രോഗം ഏതാ? എബോളയാണ്. ക്ലിയർ ആയല്ലോ? വവ്വാലുകളിൽ നിന്നും മനുഷ്യരിലേക്ക് വ്യാപിക്കുന്ന രോഗം എബോളയാണ്. എന്താണ് ഇരട്ടപ്പേര്? ബ്ലാക്ക് ഫീവർ എന്നറിയപ്പെടുന്നു. ക്ലിയർ ആയല്ലോ? ബ്ലാക്ക് ഫീവർ. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം, വൈറ്റമിൻ സിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമായ സ്കർവി നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നു. എന്തറിയപ്പെടുന്നു? നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗമാണ് സ്കർവി. ഐക്കാണ്ട് എന്നറിയപ്പെടുന്ന രോഗമാണ് ഏതാ? ബെറിബറി. ഐക്കാണ്ട് എന്നറിയപ്പെടുന്ന രോഗമാണ് ഏതാ? ബെറിബറി. ക്ലിയർ ആയല്ലോ? വൈറ്റമിൻ B1 കുറവ് മൂലമുണ്ടാകുന്ന രോഗമായ ബെറിബറി ഇരട്ടപ്പേരെന്താ? ഐക്കാണ്ട് എന്നറിയപ്പെടുന്നു. ക്ലിയർ ആയല്ലോ? ഓക്കെ ആണല്ലോ? 4D സിൻഡ്രോം എന്നറിയപ്പെടുന്ന രോഗമാണ് ഏതാ? പെല്ലഗ്ര. 4D സിൻഡ്രോം എന്നറിയപ്പെടുന്ന രോഗമാണ്. മുന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ വൈറ്റമിൻ ഉള്ള ക്ലാസ്സിനകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ? പെല്ലഗ്ര. വൈറ്റമിൻ B3 കുറവ് മൂലമുള്ള രോഗമാണ് പെല്ലഗ്ര. 4D സിൻഡ്രോം എന്നറിയപ്പെടുന്നു. എന്തറിയപ്പെടുന്നു? 4D സിൻഡ്രോം എന്നറിയപ്പെടുന്നു. ഇനി ഡാൾട്ടണിസം എന്നറിയപ്പെടുന്ന രോഗമാണ് ഏതാ? വർണ്ണാന്തത, നിറങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്ത വൈകല്യം, ഡാൾട്ടണിസം എന്നറിയപ്പെടുന്നു. ഇനി എയ്ഡ്സ് എന്നറിയപ്പെടുന്ന രോഗം, നമ്മുടെ എയ്ഡ്സിന് എല്ലാവർക്കും അറിയാം. എന്താണ് അതിൻ്റെ ഇരട്ടപ്പേര്? ഇരട്ടപ്പേരെന്നല്ല, ആദ്യ കാലഘട്ടത്തിൻ്റെ എയ്ഡ്സിൻ്റെ ആദ്യകാല പേരാണ് ഗ്രിഡ് ഡിസീസ്. ഏതാണ്? എയ്ഡ്സിന് ആദ്യകാലത്തിൽ അറിയപ്പെട്ട പേരെന്താ? ഗ്രിഡ് ഡിസീസ് എന്നാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ രോഗം എന്നറിയപ്പെടുന്ന ഏതാണ്? എയ്ഡ്സ് ആണ്. അപ്പോൾ ഗ്രിഡ് ഡിസീസ് എന്നും 20-ാം നൂറ്റാണ്ടിലെ രോഗം എന്നും അറിയപ്പെടുന്ന ഏതാണ്? എയ്ഡ്സ് ആണ്. ഇനി പക്ഷിപ്പനി. അപ്പോൾ പക്ഷിപ്പനിക്ക് കാരണമായത് എന്താ? പക്ഷിപ്പനി ആയിട്ട് അറിയപ്പെടുന്നത് എന്താ? ഏവിയൻ ഇൻഫ്ലുവൻസ. ഈ പക്ഷിക്കൂട്ടത്തെ വിളിക്കുന്ന പേരെന്താ അറിയാമോ? ഏവിസ് എന്നാണ്. എന്താ വിളിക്കുന്നത്? പക്ഷികളുടെ കൂട്ടത്തെ വിളിക്കുന്ന പേരാണ് ഏവിസ്. മത്സ്യക്കൂട്ടത്തെ വിളിക്കുന്ന പേരാണ് പിസിസ്. അതുപോലെ പക്ഷിക്കൂട്ടത്തെ വിളിക്കുന്ന പേരാണ് ഏവിസ്. അപ്പോൾ പക്ഷിപ്പനിയുടെ പേരെന്താ? ഏവിയൻ ഇൻഫ്ലുവൻസ. ക്ലിയർ ആയല്ലോ? ഇനി രാജാക്കന്മാരുടെ രോഗം എന്നറിയപ്പെടുന്ന ഏതാണ്? ഗൗട്ട്. അപ്പോൾ രാജാക്കന്മാരുടെ രോഗം എന്നറിയപ്പെടുന്ന ഏതാണ്? ഗൗട്ട്. അപ്പോൾ രാജാക്കന്മാരുടെ രോഗം എന്നറിയപ്പെടുന്ന രോഗം ഏതാ? ഗൗട്ട്. ഏതാണ്? ഗൗട്ട്. മാർജാര നൃത്തരോഗം എന്നറിയപ്പെടുന്ന രോഗം, മാർജാര നൃത്തരോഗം എന്നറിയപ്പെടുന്ന രോഗമാണ് ഏതാ? മീനമാത. മാർജാര നൃത്തരോഗം എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ മീനമാത. ഏതാണ്? മീനമാത. ഇന്ന് പഠിപ്പിച്ച ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ ഇവിടെ നിർത്തുകയാണ്. വീണ്ടും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.